So, hello guys, welcome to my YouTube channel. It's me, Hero Winner YT. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ടി വി ആണായിരുന്നു. ഇപ്പോൾ ടി വി ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഓക്കെ, നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഓക്കെ, എൻ്റെ കയ്യിൽ ആകെയുള്ള ബൈക്കാണിത്. പക്ഷെ നല്ല മൈലേജാണ് ഇതിന്. നല്ല മൈലേജുള്ള വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടീനെ കുറ്റം പറയാൻ പറ്റില്ല, നല്ല വണ്ടിയാണ്. പക്ഷെ അതിൻ്റെ ആകെ ഈ വണ്ടിയുള്ളൂ. ഒരു മിനിറ്റ്, ഇതൊന്ന് സംഭവം ആംബുലൻസ് ആണല്ലോ. ഓക്കെ, അവിടെ കാണുന്നെനിക്ക് തോന്നുന്നു പാർട്ടിസിപ്പേഷൻ്റെ വണ്ടിയാണ്. അവരെ വണ്ടിയാണ് തോന്നുന്നുണ്ട്. നമുക്ക് പാർട്ടിസിപ്പേറ്റ് അത് തന്നെ, ആ സാധനം പാർട്ടിസിപ്പേറ്റ് റേസിൽ ചേർന്നാലോ, അത് മതി. ഇവിടുത്തെ ആൾക്കാരൊന്നുമില്ലേ? ഇവിടുന്ന് ആരെയും കാണും. അതെ, നിങ്ങൾക്ക് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അത് പിന്നെ ഒരു സ്റ്റണ്ട് റേസാണ്. ഉണ്ട്. പിന്നെ ഫീസൊന്നുമില്ല. ഓക്കെ, ഒരു മണിക്കൂർ അതിനുള്ളിൽ സ്റ്റാർട്ടാവും. ഓക്കേടാ. ഓക്കെ, അയാൾ പറഞ്ഞേക്കണേ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ സ്റ്റാർട്ടാവുന്നതാണ്. സോ നമ്മളെ വണ്ടിയിൽ എടുക്കേണ്ടത് ഇതിലേതെങ്കിലും 3 വണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ റേസ് ഇവിടെ സ്റ്റാർട്ടാവാനായിട്ട് ഇപ്പോൾ കുറച്ച് ടൈമും കൂടി ഉള്ളൂ. ഓക്കെ ഗോയ്സ്, നമുക്ക് ഇവിടുത്തെ മിഞ്ചെടുക്കാം. ഓക്കെ, പിന്നെ ഈ റേസിൽ ആ ഫ്രാങ്ക്ലിൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചാൻസ് പോലും ആർക്കും കൊടുക്കാൻ പാടില്ല. നമ്മൾ വേഗം എത്തണം. പിന്നെ ഇതൊരു സ്റ്റൺ റേസാണ്. ഈ ബൈക്ക് പിന്നെ സ്ട്രീറ്റ് റേസിനൊക്കെ പറ്റിയ ബൈക്കാണ്, ബട്ട് സ്റ്റൺ റേസിന് പറ്റിയതല്ല. ഏതായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ ഫ്രാങ്ക്ലിന് ഒരിക്കലും ഇത് കിട്ടാൻ പാടില്ല. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ചെക്ക് പോയിൻ്റ് ഇല്ല. എൻ്റെ അമ്മ, ഞാൻ ഇപ്പം വീണേനെ. ഈ ചെക്ക് പോയിൻ്റ് ഇല്ലാത്തത് നല്ല ഒരുപാട് പോലുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും റേസ് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. ഓക്കെ ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. ഗായ്സ്, നമ്മളിവിടെ ഔട്ടായേക്കുവാണ്. ഓക്കെ, അവനും അങ്ങനെ ഔട്ടായേക്കാണ്. അവൻ്റെ ബൈക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പോവാം. ഈ റേസിൽ ഞാനല്ലാതെ ഒരിക്കലും ഒരാളും ജയിക്കാൻ പോകുന്നില്ല. അത്രയും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അയ്യോ ഞാൻ പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് നോക്കിയില്ല. നമ്മൾ ഔട്ടായിക്കണ്ടിട്ടുണ്ട്. അത് നോക്കിയാൽ മതിയായിരുന്നു. ഓക്കെ, അവരൊക്കെ അങ്ങനെ ഔട്ടായേക്കാണ്. ഇനി നമുക്ക് പോവാം. പിന്നെ ഈ റേസിൽ ജയിക്കുന്നവർക്കൊരു ഗോൾഡൻ ബെഡാണ്, ഒരു ഡിഫൻഡറാണ് ലഭിക്കുക. സാധാ ഡിഫൻഡറല്ല, ഗോൾഡൻ ഡിഫൻഡറാണ്. ഓക്കെ, റേസ് പക്ഷെ കംപ്ലീറ്റ് ആക്കണം, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ നേരത്തെ പോയ ആൾക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അതുകൊണ്ട് അയാൾ ഈ റേസിലൊന്നും ജയിക്കാനത്. ഓവർ കോൺഫിഡൻസ് ചില റേസിൽ നല്ലതല്ല, ചില നേരത്തും നല്ലതല്ല. പിന്നെ ഈ റേസിൽ ജയിക്കണമെങ്കിൽ, അതായത് ഫിനിഷിംഗ് ലൈൻ കടക്കണമെന്നൊന്നുമില്ല. എല്ലാവരേക്കാളും മുമ്പിലെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം പോയ ആളില്ലേ, അയാൾ ഇവിടെ വെച്ചിട്ടാണ് വീണത്. അയ്യോ ഗായ്സ്, ഞാനും അങ്ങനെ പോയേക്കാണ്.
ഗേൾസ് ഇപ്പോൾ നമ്മുടെ ചാൻസാണ്. ഓക്കെ, ബാക്കി എല്ലാവരും പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി, ഒന്ന് കുളിച്ച് റെഡിയായി. ഓക്കെ, പിന്നെ ആദ്യം പോയ 3 ആൾക്കാർക്കും ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ നേരത്തെ പോയ ആൾ എൻ്റെ ഡൂപ്പ് പോലുണ്ട്. നേരത്തെ ഞാൻ ഇട്ട അതേ ഡ്രസ്സ്, അതേ ബാഗ്, അതേ ക്യാപ്പ് എല്ലാം എൻ്റെ അതേപോലെ തന്നെ. അതുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ കുളിച്ച് മേലേക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ രണ്ടാൾക്കാർ വീണ സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം വിഴാത്ത നോക്കുക. ഓക്കെ, നമ്മൾ വീണിട്ടില്ല. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് പിടച്ചുവിടാം. ഓക്കെ, ഇനി ഇവിടുന്ന് ബ്രേക്ക് ഇടി. നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ വലിയ കാര്യമാക്കാതിരിക്കുക. കാരണം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവാനുള്ള ചാൻസ് നല്ലുണ്ട്. ഓക്കെ, നമ്മൾ ഇതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ നമുക്ക് ഈ റേസിൽ ഇപ്പോൾ ജയിക്കാം. കാരണം 3 ആൾക്കാരെക്കാളും മുമ്പ് പോയിരിക്കുന്ന ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ജയിക്കാം. ബട്ട് നമ്മളങ്ങനെ ഓക്കെ, ഏതായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമ്മൾ ജയിച്ചു. ഓക്കെ, നമുക്കാണ് ഗോൾഡൻ ഡിഫൻഡർ ലഭിക്കുക. ആദ്യം പോയ 3 ആൾക്കാരെക്കാളും നമ്മളാണ് ഇപ്പോൾ ജയിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ സ്പ്ലെൻഡറിൽ നിങ്ങളെ അറിയാത്തൊരു കാര്യം ഞാൻ സെറ്റ് ചെയ്തു. ജംപ് ബൂസ്റ്റാണത്. സ്റ്റണ്ട് റേസിങ്ങിനൊക്കെ അത്യാവശ്യമായ ഒരു സാധനമാണ്. ഓക്കെ, ഏതായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ ഡിഫൻഡർ കിട്ടിയേക്കാണ്. യെസ്, നമുക്ക് ആ ഡിഫൻഡർ കിട്ടി. ആദ്യം പോയ 3 ആൾക്കാരും പൊട്ടന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡിഫൻഡർ കിട്ടി. പിന്നെ ഇതിൽ ജംപ് ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കളറ് മാറ്റണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കളറ് മാറ്റണ്ട, പകരം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇത് മോഡിഫൈ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഡിഫൻഡർ ഓടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അതിലെന്താ തുറന്നിങ്ങനെ വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇത് കൺട്രോൾ കിട്ടില്ല. ഇതാണ് നമ്മൾ റേസ് ട്രാക്ക്. ഗൈസ്, കൺട്രോൾ കിട്ടില്ല. അയ്യോ പിടിക്കും. ഗൈസ്, നമ്മുടെ ഡിഫൻഡറിൻ്റെ അവസ്ഥ ഇതാണ്. ഫുള്ള് പോയി. പക്ഷെ വണ്ടി ഓടണുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് വർക്ക്ഷോപ്പ് തോന്നുന്നുണ്ട്. ഇത് വിറ്റാലോ? 2 ഡിഫൻഡർ മേടിക്കാനുള്ള കാശ് ഇല്ലുണ്ട്. ഓക്കെ, ഇത് നമുക്ക് വിൽക്കാം. എന്നിട്ട് 2 ഡിഫൻഡർ മേടിക്കാം. അതാകുമ്പോൾ പിന്നെ നന്നാക്കാനുള്ള പൈസ അധികം നമുക്ക് ഉണ്ടാവും. അധികം ഉണ്ടാവില്ല ഇതിൻ്റെ അത്ര. ഇതിനെ നന്നാക്കാൻ ഉണ്ടാവും. നല്ല പൈസ ഉണ്ട്. ഇത് ഗോൾഡ് ആയോണ്ടേ. ചേട്ടാ, ഈ ഡിഫൻഡർ വിൽക്കാൻ പറ്റുമോ? ഓക്കെ, പക്ഷെ ഇതിൻ്റെ പോഡ്സൊക്കെ ഇല്ലല്ലോ. ചേട്ടാ, ഇതൊരു ഗോൾഡൻ ഡിഫൻഡറാണ്. എത്ര കിട്ടും? ഇതൊരു 10 കോടി തരാം. 10 കോടി? അതിന് എത്ര ഉണ്ട് അറിയോ? ഇതിന് നമുക്കറിയാം. ഞാനാ ഇത് വിറ്റത്. ഇതിന് ഞാൻ 30 കോടിക്കാണ് വിറ്റത് കേട്ടോ. അപ്പോൾ പാർട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 10 കോടിക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ ചേട്ടാ, ശരി. ഓക്കെ, നമുക്ക് ഞാൻ സ്പ്ലെൻഡറിൻ്റെ ഇത് നൈസായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അയാൾ കാശ് അയച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോയി ബാങ്കിൽ നിന്ന് കാശ് അയച്ചു തന്നിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് കാശ് എടുത്തിട്ട് ഒരു 10 കോടിക്ക് മേടിക്കാം. ഓക്കെ, നമ്മൾ ഡെലിവറിക്ക് പറഞ്ഞിരുന്നു 2 എണ്ണം. ഓക്കെ, ഇത് 2 എണ്ണം. ഓക്കെ, അല്ല, 1 നമ്മൾ
നമ്മളെ വീട്ടിലേക്ക് ചെയ്യാറുണ്ട്. ഒന്ന് അവർ വീട്ടിലേക്ക് വെച്ചിട്ടുണ്ടാവും, വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വേറെ ആരുടെങ്കിലും ഡെലിവറിൻ്റെ ആവും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുകൊണ്ട് മോഡിഫൈ ചെയ്യാം. മോഡിഫൈ ചെയ്യേണ്ട കട ഇതിൻ്റെ അടുത്താണ്. അയ്യോ ടോറ്റോ, താൻ എവിടെ നോക്കിയിട്ടാണോ വണ്ടി ഓടിക്കണേ? സോറി ചേച്ചിയെ. നമുക്കത് മോഡിഫൈ ചെയ്യാം. ഇതാണ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ട കട. ഡിഫൻഡറിൻ്റെ ബ്രേക്കിങ്. ഓക്കെ, ഇതിൻ്റെ ഓണർ ആ ചേട്ടനാന്ന് തോന്നുന്നുണ്ട്. ചേട്ടായി ചേട്ടനാണ് ഈ ഷോറൂമിൻ്റെ ഓണർ, അല്ല ഈ മോഡിഫൈ ചെയ്യുന്ന കടേൻ്റെ ഓണർ. ഓടാ ഞാൻ തന്നെയാടാ ചേട്ടാ. എനിക്ക് കാണുന്ന ഡിഫൻഡർ ഒന്ന് മോഡിഫൈ ചെയ്ത് തരാൻ പറ്റുമോ? അതിനെന്താടാ, മോഡിഫൈ ചെയ്ത് തരാമല്ലോ. പിന്നെ ആ ഡിഫൻഡർ സൈസ് നല്ല കൂട്ടണം കേട്ടാ. പിന്നെ അലോ വീൽസ് മാറ്റണം, അല്ലെങ്കിൽ ഞാൻ ടയർ മാറ്റിക്കോളി. നല്ല സൈസ് കൂട്ടി വെക്കണേ. ഓക്കെ മോനെ, സെറ്റ്. ഓക്കെ ഗൈസ്, ആ ചേട്ടൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഒരു വണ്ടി ഗൈസ്. നമ്മളെ ഇതാണ് സ്റ്റോക്ക് ഡിഫൻഡർ, ഇതാണ് മോഡിഫൈഡ് ഡിഫൻഡർ. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ സ്പ്ലെൻഡറിൽ വെച്ച പോലെ തന്നെ ജംപ് ബൂസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടോ ഏതാല്ലേ, നല്ല വലിയ ടയറും വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും ഗുഡ് ബൈ.